കുട്ടികൾ ഉറങ്ങിയിരുന്നോ വസു? ആ, അവരെ ഉറക്കിയിട്ടാ ഞാൻ വരുന്നേ. താങ്ക് യു. എന്തിനേട്ടാ? താൻ അനുവിനെ വളരെ നന്നായിട്ട് നോക്കുന്നുണ്ട്. അതെന്റെ കടമയാ. ഏട്ടനോടും താങ്ക്സ് പറയാ. എന്തിന്? ഉണ്ണിയെ വളരെ നന്നായിട്ട് നോക്കുന്നുണ്ടല്ലോ. അത് എന്റെയും കടമയാ. അല്ല വസുന്ധര, എന്തു പറ്റി? കാലിൽ കിടന്ന് കൊലുസ് ഊരി വന്നു. വസുന്ധര, ആ കൊലുസിങ് എടുക്ക, ഞാൻ ഇട്ട് തരാം. ഏട്ടനോ? അയ്യോ വേണ്ട ഏട്ടാ. അതെന്താ? അത് തെറ്റല്ലേ? എന്ത് തെറ്റ്? അത് ഏട്ടൻ എന്റെ കാലില്. ദേ നോക്ക്, താൻ എൻ്റെ ടൈ മുതൽ ഷൂ വരെയുള്ള എല്ലാ കാര്യങ്ങളും നന്നായിട്ട് നോക്കുന്നുണ്ട്. എനിക്ക് തൻ്റെ കൊലുസൊന്നും ഇട്ട് തന്നൂടെ? ഞാൻ വേറെ ഏട്ടൻ വേറെ അല്ലേ? അങ്ങനെയൊന്നുമില്ല. എൻ്റെ ജോലി താൻ ചെയ്യുമ്പോൾ തൻ്റെ ജോലികൾ എനിക്കും ചെയ്യാം. പക്ഷേ എനിക്കതൊരു ബുദ്ധിമുട്ടായേട്ടാ. എനിക്കില്ലാത്തൊരു ബുദ്ധിമുട്ട് തനിക്കെന്തിനാടോ? എന്നാലും വേണ്ട ഏട്ടാ. ഇങ്ങെടുക്ക.
ഏയ് എന്താടോ ഇതൊക്കെ? ഏട്ടൻ ഇങ്ങനെ ചെയ്യിപ്പിച്ചതിന് ഏട്ടനോട് ഞാൻ ക്ഷമ ചോദിക്കുക. ഞാൻ ചെയ്തൊരു സഹായ, അല്ല തെറ്റല്ല. ഫീൽ ഫ്രീ. താങ്ക്സ്. താങ്ക്സ് ഒന്നും വേണ്ട. ഹായ് അഖിൽ, എന്നെ കാണാൻ ഇപ്പൊ എങ്ങനെയുണ്ട്? സ്മാർട്ടായിട്ട്, സ്വീറ്റ് ആയിട്ട്, ബ്യൂട്ടിഫുൾ ആയിട്ട് ഇരിക്കുകയല്ലേ? എന്തിനാടി ആ വാക്കിന്റെ ഒക്കെ മീനിങ് ഇല്ലാതാക്കുന്നേ? എന്നുവെച്ചാ ഞാൻ സുന്ദരിയല്ലെന്നോ? നീ സുന്ദരിയാണോ അല്ലയോന്ന് ആ കണ്ണാടിയോട് ചോദിക്കും. ഒന്ന് പോ അഖിൽ. പ്രേമിച്ചോണ്ടിരുന്ന സമയത്ത് ഞാൻ മിസ് കേരള, മിസ് ഇന്ത്യ, മിസ് യൂണിവേഴ്സ് എന്നൊക്കെയാ പറഞ്ഞോണ്ടിരുന്നേ. എന്നിട്ടിപ്പോ പോയി കണ്ണാടി നോക്കുന്നു പറയും. അന്നൊക്കെ എന്നും എനിക്ക് ഗിഫ്റ്റ് തരുമായിരുന്നു. പക്ഷെ ഇപ്പോ ചെറിയ കോംപ്ലിമെന്റ് പോലും തരില്ല. നിനക്കിപ്പോ എന്നോടുള്ള ഇൻട്രസ്റ്റ് കുറഞ്ഞു വരെയല്ലേ? അത് നിന്റെ ഓരോരോ ചിന്തകളാണ്. നിന്നോട് എനിക്ക് എപ്പോഴും ക്രഷ് ഉണ്ടാവും. ചുമ്മാ കള്ളം പറയണ്ട. നിനക്ക് എന്നോട് ഒരു സ്നേഹവും ഇല്ല. സ്നേഹം ഇല്ലാതിരുന്നെങ്കിൽ നിനക്ക് വേണ്ടി ഗിഫ്റ്റ് വാങ്ങിക്കൊണ്ട് വരുമായിരുന്നോ? ഗിഫ്റ്റോ? സർപ്രൈസ് ഗിഫ്റ്റ്. എന്താ വാങ്ങിട്ട് വന്നത് അഖിൽ? കണ്ടാ നീ ഷോക്കായി പോ, പിന്നെ മൈൻഡ് ബ്ലോക്ക് ആവും. ശരിക്കും എനിക്ക് ഉടനെ കാണണം. ഇങ്ങനെ തന്നെ. ഇങ്ങനെ ധൃതി കാണിക്കുന്ന എന്തിനാ? ഒന്ന് അടങ്ങിയിരിക്കെ. ഐ കാൻറ്റ് വെയിറ്റ് അഖിൽ. അതിങ്ങി തന്നെ. എങ്ങനെയുണ്ട് എന്റെ ഗിഫ്റ്റ്? ഇഷ്ടമായ നിനക്ക്? ഷോക്കുമായി, മൈൻഡ് ബ്ലോക്കുമായി അല്ലേ? കാർത്തികേ, 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 എന്തിനാ പൊച്ച വെച്ചത്? അവൾ ഒച്ച വെച്ചൊന്നും അല്ല, സന്തോഷം സഹിക്കാൻ പറ്റാതെ തുള്ളിച്ചാടി നിളയമേ. ആ, എന്തിനാ സന്തോഷം? ഞാൻ ഇവക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുത്തു. അത് കണ്ട് ഷോക്കായി, ഇവളുടെ മൈൻഡ് മൊത്തം ബ്ലോക്കുമായി. ആ, എനിക്കറിയായിരുന്നടാ കാർത്തികൻ നിനക്ക് ജീവനാണെന്ന്. എന്തൊക്കെയായാലും സ്നേഹിച്ച് കല്യാണം കഴിച്ചതല്ലേ? കല്യാണം കഴിഞ്ഞു വെച്ച് ആ സ്നേഹം കുറയുന്നാണോ? മരണം വരെ കാണും. വളരെ കറക്റ്റ് ഇളയമേ. കാർത്തികയോട് എനിക്ക് ജീവന് തുല്യ സ്നേഹമാ. മരണം വരെ ആ സ്നേഹം അങ്ങനെ തന്നെ ഉണ്ടാവുകയും ചെയ്യും. കണ്ടില്ലേ കാർത്തികേ, നിന്നോട് അവൻ എന്തോരം സ്നേഹാണെന്ന്. ഒരു ആവശ്യമില്ലാതെയാ നീ ഇവനെ സംശയിക്കുന്നേ. അല്ല, നിന്റെ മൂക്കെന്താ ചുവന്നിരിക്കുന്നേ? അത് നാണം വന്നപ്പോ ചുമന്നു പോയതാ. ആ, ചുവപ്പ്. ആ, നാണം കാരണം കവിളല്ലേ ചുവക്കാറ്? മൂക്കും ചുവക്കാറുണ്ടോ? പിന്നല്ലാതെ മൂക്കും കവിളും കണ്ണുപോലും ചുമക്കാറുണ്ട് ആ ഇളമേ. എന്തോടാ, എനിക്കൊരു രണ്ടാം കല്യാണം നടന്നിരുന്നെങ്കിൽ എനിക്കും ഇതുപോലെയൊക്കെ എക്സ്പീരിയൻസ് ആയേനെ. അതൊക്കെ പോട്ടെ, നീ അവക്ക് വാങ്ങിക്കൊടുത്ത ഗിഫ്റ്റ് എന്താണെന്നൊന്ന് കാണിച്ചേ. അതിനിപ്പോ എന്താ, ആന്റിയും കണ്ടു നോക്ക്. ആന്റിക്ക് ഇങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഇല്ലെന്നുള്ള വിഷമത്തിലല്ലേ? കാണിക്കാം, ഇപ്പൊ കാണിക്കാം. വേഗം കാണിച്ചതാ. ഇതാ. എന്താ നിന്റെ സംസാരത്തിലൊരു വ്യത്യാസം? ആന്റിയുടെ മരുമകന് ആന്റിയുടെ അടുത്ത് ഭയങ്കര സ്നേഹ. എന്തായാലും ഇളയ മരുമകനല്ലേ, നല്ല സ്നേഹം കാണും. അതുകൊണ്ട് ആദ്യം ആന്റി ആ ബോക്സ് തുറന്നു നോക്ക്. ആന്റിക്കും അതിനകത്തൊരു ഗിഫ്റ്റ് ഉണ്ട്. ആ, ശരി. ഇതെന്ത് ഗിഫ്റ്റാടി? എന്തേ ഷോക്കായോ? മൈൻഡ് ബ്ലോക്ക് ആയോ? ആദ്യമേ പറഞ്ഞോടായിരുന്നോ? എന്റെ മൂക്ക് പഞ്ചറായി, ആന്റിയുടെ മൂക്ക് പഞ്ചർ ആവണോ?
എന്ത് സാടി സാടി? നമ്മൾ കൂട്ടുകുടുംബം അല്ലേ, അപ്പൊ എല്ലാം എല്ലാവരും ഷെയർ ചെയ്യണോ ഇളയമേ? ആ, എന്തിനാടാ കൊച്ചുമോനെ ഇങ്ങനെ ചെയ്തേ? ഗിഫ്റ്റ് ആണെന്ന് പറഞ്ഞ് എന്റെ മൂക്കനെ ഇല്ലാണ്ടാക്കിയില്ലേ? പിന്നെ അല്ലാതെ നിങ്ങളൊക്കെ ചെയ്ത പണിക്ക് ഞാൻ ഓഫീസിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോ ആ സമയം നിങ്ങൾ ഇവിടെ എൻജോയ് ചെയ്തോണ്ടിരിക്കുക. നിങ്ങൾക്ക് നല്ല ബുദ്ധി ഉദിക്കാനാ ഈ പണിഷ്മെന്റ് തന്നെ. കേട്ടല്ലോ ആന്റി, ശരിക്കുള്ള സാഡിസ്റ്റ് ആന്റിയുടെ മരുമകനാ. പകരം വീട്ടുന്നത് കണ്ടില്ലേ? ആ, അമ്മേ, ആവശ്യമില്ലാതെ നിങ്ങളെ റൂമിൽ വന്ന് എന്റെ മൂക്ക് ഞാൻ തന്നെ ഇല്ലാണ്ടാക്കി. എത്ര ഭംഗിയുള്ള മൂക്കാർ! എലി കടിച്ച് മുറിച്ച ഒടങ്കൊല്ലി മുളക് പോലെയായ എന്റെ മൂക്ക്. അയ്യോ അമ്മേ, ഒടങ്കൊല്ലി മുളക് പോലെയായി. കൊന്നോളയും പോതല്ലേ. അമ്മേ. അയ്യോ, നേരം വെളുത്തല്ലോ. രാത്രി ഇവിടെയാണ് കിടന്നെന്ന് ആരെങ്കിലും അറിയുന്നതിന് മുമ്പ് പെട്ടെന്ന് തന്നെ റൂമിലേക്ക് പോയേക്കാം. ഭാസ്കരേട്ടൻ എന്താ തലയിണയും ബെഡ്ഷീറ്റും എടുത്ത് റൂമിലേക്ക് പോകുന്നേ? അപ്പോ ഇന്നലെ രാത്രി പുറത്താണോ കിടന്നത്? ഭാവനെ, 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 കഥക് തുറക്ക് ഭാവനെ. ഭാവനെ, ഇനിയും എണീറ്റില്ലേ? നേരം വെളുത്തു. കഥക് തുറക്ക് ഭാവനെ. ഭാവനെ, പ്ലീസ് ഭാവനെ. ഭാവനെ, ഭാവനെ, കഥക് തുറക്ക് ഭാവനെ. ഭാസ്കരേട്ടാ, ഇന്നലെ രാത്രി ഹോളിലാണോ കിടന്നുറങ്ങിയത്? അതെ മോളെ. എന്തിന്? എന്താന്നറിയാം മോളെ, റൂമിലെ ഫാന് ഒട്ടും കാറ്റിലായിരുന്നേ. അതുകൊണ്ട് ഭയങ്കര ചൂടായിരുന്നു. അത് കാരണം ഞാൻ ഹോളിലേക്ക് വന്ന് കിടന്നു. റൂമില് AC ഉണ്ടല്ലോ. അത് നിന്റെ ചേച്ചിക്ക് ഭയങ്കര തണുപ്പായിരുന്നുണ്ടേ AC ഇടാനായിട്ട് സമ്മതിച്ചില്ല. അങ്ങനെയായിരുന്നെങ്കിൽ ടെറസിന് മുകളിൽ പോയി ഉറങ്ങിക്കൂടായിരുന്നോ? അതെ, ശരിയായിരുന്നല്ലേ. അപ്പോഴപ്പോയിട്ട് കള്ളം പറയുന്നവർക്ക് ഈ ഐഡിയ മാത്രം എന്താ തോന്നത്തെ? എന്തിനാ ചേച്ചി കള്ളം പറയുന്നേ? എന്തിനാ ഭാസ്കരേട്ടനെ പുറത്ത് കിടത്തിയേ? ഈ ഇടയായിട്ട് ഇങ്ങേര് പുതിയ കുറെ ശീലങ്ങൾ തുടങ്ങിയിട്ടുണ്ട് വസു. പുതിയ ശീലങ്ങളോ? ഒരുപക്ഷെ ഭാസ്കരേട്ടൻ കുടിച്ചിട്ട് വന്നതാണോ ചേച്ചി? അതല്ല, അങ്ങേരുടെ ഡ്രീം ഗേളിന്റെ കൂടെ പോയിട്ട് വന്നു. ഡ്രീം ഗേളോ? ഇങ്ങേർക്ക് എന്നോടുള്ള ഇഷ്ടം കുറഞ്ഞു വരുവാണ് വസു. ഓഫീസില് ഏതോ ഒരു വലിയ സുന്ദരിയെ കിട്ടിയിട്ടുണ്ടത്രേ. ഇന്നലെ അവളുടെ പിറന്നാൾ ആയതുകൊണ്ട് പാർട്ടിക്ക് പോയേക്കുമായിരുന്നു. 10,000 രൂപ മുടക്കി അവൾക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്തിരിക്കുന്നു. അയ്യോ അല്ല മോളെ. എന്താ ചേച്ചി പറയുന്നേ? ഭാസ്കരേട്ടൻ അങ്ങനെയുള്ള ഒരാളല്ല. ഞാനും അത് തന്നെ. എന്റെ ഭർത്താവ് ഒരു ശ്രീരാമനാണെന്ന് കരുതി ഇരിക്കുകയായിരുന്നു. ആ അവതാരം അവസാനിപ്പിച്ച് കൃഷ്ണന്റെ അവതാരം ഇങ്ങനെ എടുത്തുന്ന് ഞാൻ ഇന്നലെയാ മനസ്സിലാക്കിയ. എന്താ ഭാസ്കരേട്ടാ, ചേച്ചി പറഞ്ഞത് ശരിയാണോ? അയ്യോ ഇല്ല മോളെ, ഇവൾ എന്നെ വെറുതെ തെറ്റിദ്ധരിച്ചിരിക്കുക. നിന്റെ ഈ ചേച്ചിയാണോ സത്യം? ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എല്ലാം അവൻ അകല് ചെയ്ത പണിയാ. ഞാൻ എന്താ ഏട്ടാ ചെയ്തേ? നിന്റെ ചേച്ചിയുടെ മുമ്പിൽ എന്നെ തെറ്റുകാരനാക്കിയില്ലേ? കൊള്ളാലോ ഏട്ടാ, ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ട് ഇപ്പൊ എന്നെ കുറ്റപ്പെടുത്താ അല്ലേ? അയ്യോ എടുത്തി വിട്.
കാത് വേദനിക്ക് എടുത്തി. അയ്യോ നീ സത്യം പറയുന്നത് വരെയും നിന്റെ ചെവി ഞാൻ വിടില്ല. ആ, ആ, ആ. എടുത്തി. സത്യം പറയാം. ഓക്കെ 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 സോറി എടുത്തി. ഏട്ടൻ പറഞ്ഞു തന്നെ ശരി. ഞാൻ മനഃപൂർവ്വം ഏട്ടത്തിന്റെ മുന്നിൽ പെടുത്തിയതാ. ആ, കേക്ക്. നീ എന്താ ഈ പറയുന്ന അഖിൽ? ഓഫീസിൽ വെച്ച് ഭാസ്കരേട്ടൻ എന്നെ ഹെൽപ്പ് ചെയ്തതേ ഇല്ല എടുത്തി. മാത്രമല്ല അബേട്ടന് മുന്നിൽ വെച്ച് എന്നെ നാണം കെടുത്തുകയും ചെയ്തു. അതുകൊണ്ട് അബേട്ടൻ കൊടുത്ത 10,000 രൂപ ഞാൻ അടിച്ചു മാറ്റി ഏട്ടന് 8ന്റെ പണി കൊടുത്തതാ. കണ്ടില്ലേ? കേട്ടല്ലോ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. സത്യമായിട്ട് എന്റെ കാറിന്റെ ടയർ പഞ്ചറായതാ, അതുകൊണ്ടാ ലേറ്റ് ആയത്. എന്റെ ഏട്ടൻ ഇങ്ങനെ തന്നെ വേണം. ഇന്നലെ രാത്രി ഹാളിൽ ഉറക്ക സുഖമായിരുന്നു ഏട്ടാ. അഖിൽ, നിന്നെ ഇന്ന് ഞാൻ എടുത്തി എടുത്തി. നീ ഭാസ്കരേട്ടനെ പറ്റിക്കാൻ നോക്കിയല്ലേ? അയ്യോ വിട് 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 എടുത്തി. അയ്യോ ഭാവനെ മോളെ വസു, അവനെ വിട്ടേക്ക്. പാവം, അവന്റെ ചെവിയും കാലും ഒക്കെ വേദനിക്കുന്നുണ്ടാവും. താങ്ക്സ് ഏട്ടാ. സോറി ഏട്ടാ, ആവശ്യമില്ലാതെ ഏട്ടനെ ഞാൻ തെറ്റിദ്ധരിച്ചു. ഇനി ഇവ പറയുന്നത് കേൾക്കരുത് കേട്ടോ. ഞാൻ പറയുന്ന മാത്രമേ വിശ്വസിക്കാവൂ. ശരി ഏട്ടാ. ശരി എന്നൊക്കെ പറയും, പക്ഷെ നീ എപ്പോഴും അവന്റെ കൂടെ ആണല്ലോ. അവൻ പറയുന്ന മാത്രമേ കേൾക്കൂ. ഭാസ്കരേട്ടാ, ഞാൻ ഭാസ്കരേട്ടന്റെ സൈഡില. ഇനി മുതൽ അഖിലിന്റെ കയ്യിൽ നിന്ന് ഭാസ്കരേട്ടനെ ഞാൻ രക്ഷിക്കും. എന്താ ഏട്ടാ ഇത്? കുറച്ചെങ്കിലും ഏട്ടന് ശ്രദ്ധ വേണ്ടേ? ഞാൻ ഏട്ടനോട് പറഞ്ഞതെന്താ, ഏട്ടൻ ചെയ്യുന്നതെന്താ? ഈ ദിവസം ജോഗിങ്ങിന് പോണോ? ഒരു ദിവസം ജോഗിങ്ങിന് പോയില്ലെന്ന് വെച്ചിട്ട് എന്താ സംഭവിക്കാൻ പോകുന്നേ? ഫോൺ വിളിച്ചിട്ട് പോലും അത് കട്ട് ചെയ്തോണ്ടിരിക്കുക. എന്താ ഏട്ടൻ വിചാരിച്ചോണ്ടിരിക്കുന്നേ? ഏട്ടന്റെ ഉദ്ദേശം എന്താ? ഇങ്ങനെ കെയർലെസ് ആയിട്ടിരുന്നാൽ എങ്ങനെയാ? ഹലോ ഹലോ ഹലോ, റിലാക്സ്, കൂൾ ഡൗൺ മാഡം. കുറച്ചൊന്നും ഗ്യാപ്പ് വേണോ? എന്തിന് ഗ്യാപ്പ് തരണം? ഇപ്പൊ സമയം എത്രയെന്ന് ഏട്ടൻ അറിയാമോ? ഇത്ര നേരം ഏട്ടൻ എന്ത് ചെയ്തോണ്ടിരിക്കായിരുന്നു? അവിടെ കുട്ടികളൊക്കെ റെഡിയായി നിക്കുക. ഞാൻ ഏട്ടന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. ഏട്ടൻ ഇനി എപ്പോഴാ റെഡിയാവാൻ പോകുന്നേ? അല്ല, അറിയാത്തതുകൊണ്ട് ചോദിക്കാം, ഫംഗ്ഷന് പോകുന്നുണ്ടോ ഇല്ലയോ? വെയിറ്റ് വെയിറ്റ് വെയിറ്റ്. തന്റെ വണ്ടിക്ക് എന്താ ബ്രേക്ക് ഇല്ലേ? ആക്സിലറേറ്ററിൽ നിന്ന് കാലൊന്ന് കുറച്ച് ബാക്കിലേക്ക് വെക്കും. ഞാൻ എന്താ പറഞ്ഞോണ്ടിരിക്കുന്നേ? ഏട്ടൻ എന്താ പറഞ്ഞോണ്ടിരിക്കുന്നേ? താൻ പറഞ്ഞതൊക്കെ എനിക്ക് വ്യക്തമായി. ഇന്ന് സ്കൂളിൽ ഫംഗ്ഷൻ ഉണ്ട്, കുട്ടികളോടൊപ്പം നമ്മളും പോയി പങ്കെടുക്കണം, അത്രയല്ലേ ഉള്ളൂ. ഈ കാര്യം ഓർമ്മയിലുണ്ടല്ലോ, പിന്നെന്തിനാ ഇങ്ങനെ റെഡിയാകാതെ നിൽക്കുന്നേ? ഇപ്പൊ സമയം 7:30 ആയുള്ളൂ. സ്കൂളാണെങ്കിൽ 8:30 ഓപ്പൺ ചെയ്യൂ. ഫംഗ്ഷൻ സ്റ്റാർട്ട് ആവാൻ 9:30 അല്ലെങ്കിൽ 10 o'clock ആവും. അത് കുറച്ച് നേരത്തെ പോയാ ഫംഗ്ഷന് നേരത്തെ എത്തുമല്ലോ. തന്റെ ടെൻഷനും ഇന്റൻഷനും ഒക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഉണ്ണിയാനും എങ്ങനെയെങ്കിലും ജയിക്കണമെന്ന് താൻ ആഗ്രഹിക്കുന്നു, അതല്ലേ?